ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫാമിലി വ്ളോഗ്സ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നാളത്തെ കാര്യങ്ങൾക്കുള്ള പ്രിപ്പറേഷൻ ആണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കും, ഞാൻ ഇന്ന് പറയുന്നില്ല. മുഖത്ത് നിന്ന് വായിച്ചെടുക്കും. അതായത് നാളെ അഞ്ജുവിന്റെ ബർത്ത്ഡേ ആണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള നമ്മള് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളും. അതെ, അപ്പൊ നമ്മൾ അതിന് വേണ്ടിട്ട് ഓർമ്മിക്കുക. നമ്മളിപ്പോ മറ്റേ February 14 ബ്ലാക്ക് ഡേ ആചരിക്കത്തില്ലേ, അത് കണക്ക് October 5 വേറൊരു ബ്ലാക്ക് ഡേ ആണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഇതിനെക്കാട്ടി നല്ലത് ഗൈസ് ഞാൻ പറയുന്നതായിരുന്നു നല്ലത് ഗൈസ്. സോ നാളെ എനിക്ക് ഒഫീഷ്യലി, അതായത് നാളെ October 5, നാളെ എനിക്ക് 18 വയസ്സാണ് സുഹൃത്തുക്കളെ. അതായത് നാളെ എനിക്ക് 18th ബർത്ത്ഡേ ആണ്. അപ്പോൾ 18th ഹാപ്പി ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഷോപ്പിംഗ് പരിപാടി, പിന്നെ കുറച്ച് ത്രെഡിങ് പരിപാടി അതൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെയാണ് പരിപാടി. ഞാനും നന്ദൻ ചേച്ചി അമ്മയും അനുകൂടാണ് പോകുന്നത്. അമ്മ അവിടെ ഗേറ്റ് തുറക്കാൻ വേണ്ടി പോയി, അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് അപ്പം ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ് സുഹൃത്തുക്കളെ. അപ്പം അത്രയൊക്കെ ഉള്ളൂ, വീട്ടിലോട്ട് പോവാം. കോളർ ഗൈസ്, നന്ദൻ ചേച്ചി പറയുന്നു എനിക്ക് ഈ ഡ്രസ്സ് നല്ലതായിട്ട് ചേരുന്നുണ്ടെന്ന്. മെയിനായിട്ടും കോളറുള്ള ഉടുപ്പായോണ്ടായിരിക്കും. അതുപോലെ സ്ലീവ്ലെസ് ഞാൻ അങ്ങനെ ആദ്യമായിട്ടാണ് ഇടുന്നത്. ആഫ്റ്റർ 6th സ്റ്റാൻഡേർഡ് സ്ലീവ്ലെസ് ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ സ്ലീവ്ലെസ് ഉടുപ്പിടുന്നത്. നമ്മൾ ഫാസിയോണാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അമ്മയും കൂടെ വന്നിട്ട് കാണിച്ചു തരാം. നല്ല കിടിലൻ സ്കൈ ആണ് ഗൈസ്, നല്ല രസമുണ്ട്. നോക്ക് ഗൈസ്, സ്കൈ നോക്കൂ, കിടിലം നോക്കൂ. അമ്മ കടയുടെ അവിടെ ഉണ്ട് കേട്ടോ, നമുക്ക് വണ്ടി കയറാം. അപ്പോൾ നമ്മൾ ആദ്യം എങ്ങോട്ടാ പോന്നേ അനിക്കുട്ടി? നാളെ എന്തോ പരിപാടി, നാളെ എന്തോ പ്രത്യേകത? അമ്മ എങ്ങനെയാലും ഇതങ്ങ് തീർന്നു കിട്ടണേന്ന് എന്റെ ആഗ്രഹമാണ്. എന്ത് നാളെ പ്രത്യേകത അനിക്കുട്ടി? ഇപ്പൊ എനിക്ക് പറയാം, അഞ്ജു ഒരു 2 ആഴ്ച കൊണ്ട് പണ്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരുന്നത് പോലെ ഇപ്പം അഞ്ജു ആണ്. വീട്ടില് സമാധാനം ഇല്ല, നാട്ടില് സമാധാനം ഇല്ല. ആകെ സമാധാനം ഇവിടെ ഇത് മാറി നിൽക്കുമ്പോഴേ. നാളെ എന്താ പ്രത്യേകത എന്ന് പറ. നാളെ പ്രത്യേകത ഒരു ദുരന്താചാരണം. അത് പിന്നെ അഞ്ജുന്റെ ബർത്ത്ഡേ കണ്ട, അത് പറഞ്ഞപ്പോ തന്നെ പമ്പ് വന്നു. അത്രക്ക് ദുരന്തമാണ് ഇവർക്ക്. എന്തോ ഗൈസ്, എന്റെ ബർത്ത്ഡേ ആയോണ്ട് അത് തന്നെ. ഞങ്ങൾ എന്താ വേണോന്നാ നീ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആർഭാദം പിന്നെ പിന്നെ ആർമാദിക്കൂ നിങ്ങൾ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് എങ്ങോട്ടാ പോന്ന? നമ്മൾ അഞ്ജുവിന്റെ ബർത്ത്ഡേ വെയർ സ്റ്റിച്ച് ചെയ്യാൻ കല്യാണി കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഫസ്റ്റ്ലി അത് പോയി വാങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് അഞ്ജുവിന് പുട്ടി അടിക്കാൻ വേണ്ടിട്ട് ഇവിടെ ജാജിസി കൊണ്ടുപോകണം. എന്റെ അടുത്ത് ഒരു 4-5 ദിവസം കൊണ്ട് പറയുന്നു. പുട്ടി അല്ല, ത്രെഡിങ്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. നമ്മൾ അങ്ങോട്ടാ പോന്ന? കല്യാൺ, then for പുട്ടി അടിക്കൽ ജാജീസ്, then ഫാസിയോ, maybe somewhere else. വേറെ സുപ്രീമില് പോകണം. കുറച്ച് സാധനം മേടിക്കാനുണ്ട്. പോയിട്ടൊക്കെ തിരിച്ചു വരാം. ഇനി എപ്പോഴാണോ എന്തോ വരുന്നത്. ഇപ്പൊ തന്നെ ഞാനും നന്ദൻ ചേച്ചിയും കൂടെ ഒരുങ്ങി. നന്ദൻ ചേച്ചി നമ്മളെ വീട്ടിലോട്ട് വന്നു. ഇപ്പൊ 11 ചേച്ചി 10:30 കഴിഞ്ഞ്. ഞാനും അപ്പൊ ഒരുങ്ങിയിരിക്കുവായിരുന്നു. ഇവരാ ലേറ്റ് ആയത്, അമ്മയും മോളും. ഞങ്ങള് ഒത്തിരി നേരം കൊണ്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കരിക്കോട് ബ്രിഡ്ജ് കളർ അടിച്ചെന്ന്, പെയിന്റ് അടിച്ച് സൂപ്പറാക്കി. വെള്ളയും ബ്ലൂ അല്ല, ബ്ലാക്ക് അല്ല, ഇത് നല്ല അട്രാക്റ്റീവ് കളർ ഗൈസ്. അങ്ങനെ നമ്മൾ നേരെ വന്നത് കല്യാൺ സിൽസിലോട്ടാണ് കേട്ടോ. ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തത് മേടിക്കാൻ വേണ്ടി വന്നതാണേ. അപ്പം നന്ദൻ ചേച്ചി ഫോൺ നോക്കുന്നു. നന്ദൻ ചേച്ചിയുടെ അമ്മച്ചി സ്മിത ആൻറ്റി ഇവിടെ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഇന്ന് സ്മിത ആൻറ്റിക്ക് വയ്യാത്തോണ്ട് ലീവ് എടുത്തു. അപ്പൊ സ്മിത ആൻറ്റിക്ക് ഫോട്ടോ എടുത്ത് അയച്ചെടുക്കുക. അമ്മയെ ഞങ്ങൾ ഇവിടെ വന്നു. കല്യാണി വരുന്ന കാര്യം പറഞ്ഞില്ല. അമ്മച്ചി
മതി. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറാം ഗൈസ്. അപ്പോൾ നമ്മൾ 3 പേര് ഇവിടെ ഇരിക്കുക സോഫയിൽ. അമ്മ പോയിട്ടുണ്ട്, എവിടാന്ന് എനിക്കറിയത്തില്ല. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത ഒരു ബില്ല് അമ്മ എവിടെ പോയി. നമ്മൾ 3 പേര് ഇവിടെ ഇരിക്കുക. അപ്പം ഇനി ഇവിടെ നിന്ന് നമ്മൾ നേരെ ജാജീസിലാണ് പോന്നേ. അപ്പം അമ്മ വന്നിട്ട്, അമ്മ എവിടെ പോയതാ? എന്തിനു പോയതാ? സ്റ്റിച്ച് ചെയ്ത് വാങ്ങാൻ പോയതാ. ലേറ്റ് ആവുന്നു. എവിടാ? അപ്പം എന്തായാലും നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. കുറച്ച് നേരം കല്യാൺ സെൽസി വെയിറ്റ് ചെയ്തു. കാരണം അവിടെ സ്റ്റിച്ച് ചെയ്യുന്ന ആൾ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പം 1/2 hour ആവും എത്താൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ പോയിട്ട് ത്രെഡ് ചെയ്തിട്ട് പിന്നെ വരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ നേരെ ജാജീസിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അപ്പോൾ നമ്മൾ ജാജീസിലോട്ട് എത്തി ത്രെഡിങ്ങിന് വേണ്ടിയിട്ട്. ഞാൻ ഇന്ന് കരയും ഗൈസ്. എനിക്ക് ഭയങ്കര വേദനയായിരിക്കും ഇവിടെ എടുക്കുമ്പോൾ. ഞാൻ കരയും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ കണ്ണെഴുതിയില്ല. അപ്പം ഇവിടെ ഇപ്പം ആരുമില്ല, കസ്റ്റമേഴ്സ് ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ ത്രെഡൊക്കെ ചെയ്ത് ഫാസി ഓയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അനു ത്രെഡ് ചെയ്തില്ല, അമ്മയെ ത്രെഡ് ചെയ്തു, ഞാൻ ത്രെഡ് ചെയ്തു, നന്ദന ചേച്ചി ത്രെഡ് ചെയ്തു. അങ്ങനെ നമ്മളിപ്പോൾ ഫാസി ഓയിൽ വന്നിരിക്കുന്ന സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കാണാം ഗൈസ്. നമ്മൾ വീണ്ടും കല്യാണിലോട്ട് വന്നു. ഉറക്കാൻ പറ്റുന്നു. ഉച്ച സമയം 2 മണി കഴിഞ്ഞല്ലേ? എത്ര മണിയായി? 2:33. കല്യാണിൽ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് മേടിക്കാൻ വന്നു. അത് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു കേട്ടോ നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ. നമുക്ക് അങ്ങോട്ട് പോവാം ഗൈസ്. ഫൈനലി നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സൊക്കെ ട്രയൽ ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കല്യാണിയിൽ നിന്ന് ഗൈസ്. അങ്ങനെ നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് ട്രയൽ ചെയ്തിട്ട് കല്യാണിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് സുപ്രീം. അപ്പോൾ സുപ്രീമയും കൂടെ പോയിട്ട് നമ്മളെ വീട്ടിൽ പോയി ഫുഡ് കഴിക്കും. അതാണ് പരിപാടി. ഗൈസ്, നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് ഉടുപ്പില്ലേ, അത് ഇടുമ്പോൾ ഒരു ഫങ്ഷനെ ഇടത്തോളൂ. അത് നമ്മൾ അന്നേ ആ ഡ്രസ്സ് റിവീൽ ചെയ്തോളൂ. ഓക്കെ, അപ്പം കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ സുപ്രീമിൽ വന്നു, കരിക്കോട്. നമുക്കങ്ങനെ ഉള്ളിലോട്ട് കയറാം ഗൈസ്. സമയം 3 മണി കഴിഞ്ഞു. ഉറക്കം വരുന്നു, വിശക്കുന്നു. അതിന് തന്നെ വിശക്കാൻ ദാഹമൊന്നുമില്ല. അമ്മ ഇവിടെ അരി മേടിക്കും കേട്ടോ. അരി എടുക്കുന്നു, നെയ്യെടുക്കുന്നു, അങ്ങനെയൊക്കെ ഒരേ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ട് വൈൻഡ് അപ്പ് ചെയ്യാനാണ് പ്ലാൻ. എനിക്ക് ഈ വ്ളോഗ് ഇന്ന് എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് വൈൻഡ് അപ്പ് ഒക്കെ ചെയ്യാം. അനിക്കുട്ടി ഇങ്ങോട്ട് നോക്കാം. ഗൈസ്, നമ്മൾ വ്രതം പിടിച്ചേക്കുക. കാരണം അതായത് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ വ്രതം പിടിച്ചിരിക്കുന്നു ബിക്കോസ് ഓഫ് നവരാത്രി നമ്മൾ വിളക്കെടുക്കുന്നുണ്ട് പേരുക്കാവിൽ. അപ്പോൾ നമുക്ക് നോൺ വെജ് ഒന്നും കഴിക്കാൻ പറ്റാത്തപ്പോൾ നമ്മളൊരു വിശക്കുന്നുണ്ട് മിൽക്ക് ഷേക്ക് കുടിക്കാൻ വന്നതുകൊണ്ട് മിൽക്ക് ഷേക്ക് കുടിക്കാൻ എടുക്കാൻ വന്നു. നമ്മളെപ്പോഴും ഇതാ എടുക്കുന്നത്. എനിക്ക് എൻ്റെ ഫേവറേറ്റ്. അനുവിന് സ്ട്രോബെറി, ഫ്യൂഷൻ ബദാം ആൻഡ് പിസ്ത വേണോ? ഫ്യൂഷൻ ഷേക്ക് മാംഗോ വേണോ? വാനില വേണോ? ബട്ടർ സ്കോച്ച് മിൽക്ക് ഷേക്ക് വേണോ? വാണില. അമ്മയ്ക്കോ? ഞാൻ ബട്ടർ സ്കോച്ച് ട്രൈ ചെയ്ത് നോക്കാം. അത് സ്ട്രോബെറി ആണോ? അമ്മയ്ക്ക് അപ്പം അമ്മയ്ക്ക് എന്താ വേണോ? വാനില മതിയോ? വാനിലോട്. ഞാൻ ബട്ടർ സ്കോച്ച് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. എനിക്കൊരു സ്ട്രോബെറിയും കൊടുത്തേക്കാം. അനു, എനിക്ക് സ്ട്രോബെറി ഇഷ്ടമാണ്. സ്വഭാവമേ
എന്തോ പറയാനാന്ന് പറയാ. ഓക്കെ ബാ. നമ്മൾ അങ്ങനെ മിൽക്ക് ഷേക്ക് മേടിച്ചു. ഇനി നമുക്ക് പോവാം, അമ്മയുടെ അടുത്തോട്ട് പോവാം. ഗൈസ് നമ്മൾ വിശന്ന ചപ്പുണ്ട്, നമ്മൾ വിചാരിച്ച് കുടിക്കാമെന്ന്. അപ്പോൾ ഇവിടെ ചോദിച്ചപ്പോൾ മഞ്ഞ ഇവിടുത്തെ ഒരു ആൻറ്റി പറഞ്ഞ് എന്തുവാ കുടിച്ചിട്ട് ഈ സാധനം അങ്ങ് വെച്ചാൽ മതിയെന്ന് ബില്ലടിക്കുമ്പോൾ. കൊള്ളാവോ ബട്ടർ സ്ട്രോബെറി, കൊള്ളാവോ ബട്ടർ സ്കോച്ച്, ഞാൻ ചോക്ലേറ്റ്. ഗൈസ് ഓ എന്നാ ടേസ്റ്റാ, സൂപ്പറായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു, ചോറ് കഴിക്കാൻ പോവാട്ടോ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ തലേ ദിവസം പരിപാടിയൊക്കെ ഇത്രയേ ഉള്ളൂ. കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വ്ലോഗ്. ബൈ.